ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കി നിൽക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ്. നവംബർ 6, 11 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 14-ന് ഫലം പുറത്തുവരും. ഈ സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കേസുകളിൽ സുപ്രീം കോടതി വിധി പറയാൻ ഒരുങ്ങുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന ആശങ്ക പാർട്ടികൾക്കുണ്ട്. സമീപകാലത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി ആരോപണവും പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറ്റസമ്മതവും എല്ലാം കണ്ട ബീഹാറിൽ അതിന്റെ ക്ലൈമാക്സിലേക്ക് സുപ്രീം കോടതി കടക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത നിലപാടുണ്ടായാൽ ബീഹാറിൽ അത് പ്രതിഫലിക്കില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യചിഹ്നമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെയും ഇത് സ്വാധീനിക്കില്ലേ എന്നടക്കം സംശയങ്ങൾ സജീവമാകുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതോടെ തെരഞ്ഞെടുപ്പ് തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടുകൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉടനടി ഉണ്ടാവാനിടയില്ല. എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതി ശക്തമായി ഇടപെടും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പ്രത്യേക നിരീക്ഷകനെ അടക്കം ബീഹാറിലേക്ക് അയക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ അടക്കം രാഹുൽ ഗാന്ധി കൃത്രിമത്വം ആരോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ EVM-ന്റെ കാര്യത്തിലടക്കം കനത്ത ജാഗ്രത സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. തോന്നുംപടി EVM മാറ്റുവാനോ എടുത്തു കൈയാളുവാനോ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കില്ലെന്നും ചുരുക്കി പറയാം. ബീഹാറിൽ അട്ടിമറി സാധ്യതകൾ തീരെ ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സുപ്രീം കോടതി ഉറപ്പു നൽകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സുപ്രീം കോടതി തന്റെ ജുഡീഷ്യൽ അധികാര പരിധി ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ നീക്കില്ല. ഭരണഘടനാപരമായി ഭരണ നിയമ സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു അധികാര പ്രയോഗത്തിന് തെരഞ്ഞെടുപ്പ് സമയം ഉപയോഗിക്കാൻ പാടില്ലെന്നതുകൊണ്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR-ന്റെ നിയമവിരുദ്ധതയെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ ഇടപെടൽ മിതപ്പെടുത്തും എന്നും പറയാം. ഭരണഘടനയുടെ 329-ാം വകുപ്പ് വോട്ടെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഇടപെടലിനെ നിയന്ത്രിക്കുന്നതാണ് എന്നതാണ് കാരണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ കോടതികൾ സാധാരണയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇടപെടാറില്ല. ആർട്ടിക്കിൾ 329 തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടൽ തടയുന്നതാണ്. ഡിലിമിറ്റേഷനും സീറ്റ് വിഹിതം സംബന്ധിച്ച ഏതെങ്കിലും നിയമത്തിന്റെ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് ക്ലോസ് A വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നിയമസഭ പാസാക്കിയ നിയമം പറയുന്ന രീതിയിൽ ഫയൽ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിക്കാൻ കഴിയൂ എന്ന് ക്ലോസ് B-യിലും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 80 പ്രകാരം ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ ഒരു സ്ഥാനാർത്ഥിക്കോ വോട്ടർക്കോ അത്തരം ഹർജികൾ ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കാം എന്നതാണ് ചട്ടം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരത്തെ ജുഡീഷ്യറി മാനിക്കുന്നു എന്ന് ചുരുക്കി പറയാം. അതിനർത്ഥം കമ്മീഷന് തോന്നിയപടി ബീഹാറിൽ കാര്യങ്ങൾ ചെയ്യാം എന്നതല്ലെന്ന് ഓർക്കണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പിനും ജനവിധിക്കും കാത്തിരിക്കുന്നത് ബീഹാറിലെ 8 കോടി വോട്ടർമാർ മാത്രമല്ല, ഈ രാജ്യത്തെ 142 കോടി ജനങ്ങൾ കൂടിയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കേണ്ടതുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്.